ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു സ്വഹാബി കയറി വരികയാണ്. അയാൾ കയറി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ദുല്ലനി അലാ അമലിൻ ഇദാ അമിൽതുഹു ദഖൽതുൽ ജന്ന. ദുല്ലനി അലാ അമലിൻ, എനിക്ക് ഒരു അമൽ പറഞ്ഞു തരണം യാ റസൂലല്ലാഹ്. ഇദാ അമിൽതുഹു ദഖൽതുൽ ജന്ന, ആ ഒരു കാര്യം ഞാൻ പ്രവർത്തിച്ചാൽ അത് മുഖേന എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമെന്ന്. അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റാവുന്ന ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണമെന്ന് അയാൾ പറഞ്ഞു. ഹബീബായ നബിയേ, ഞാൻ ധാരാളം മക്കളുള്ള ആളാണ്. പകലന്തിയോളം ജോലി ചെയ്തെങ്കിലേ എനിക്ക് എന്റെ മക്കളെ വളർത്താൻ കഴിയൂ യാ റസൂലല്ലാഹ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങ് ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. എനിക്കാണെങ്കിലോ സ്വർഗം കിട്ടണമെന്ന അതിയായ ആഗ്രഹമുണ്ട്. അള്ളാഹുവിന്റെ തൃപ്തിയിലായി ജീവിക്കണമെന്ന അതിയായ താല്പര്യമുണ്ട്. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, ദുല്ലനി അലാ അമലിൻ ഇദാ അമിൽതുഹു ദഖൽതുൽ ജന്ന. ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരണം നബിയേ, ആ കാര്യം ഞാൻ ചെയ്താൽ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് എനിക്ക് കടന്നു പോകാൻ കഴിയും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, തുഖീമുസ്സലാഹ്, 5 നേരത്തെ നിസ്കാരം നിങ്ങൾ കൃത്യമായി നിലനിർത്തണം. വതുഉത്തിസ് സകാത്ത്, അല്ലാഹു നിർബന്ധമാക്കി കൽപ്പിച്ച സകാത്ത് കൊടുക്കേണ്ട അവകാശിയാണോ നിങ്ങളെങ്കിൽ സകാത്ത് കൊടുക്കണം. വതസൂമു റമളാൻ, പരിശുദ്ധമായ റമദാൻ മാസത്തിലെ നോമ്പ് നിങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യണം. വതുഹജ്ജുൽ ബൈത്ത് ഇൻ ഇസ്തതഅത ഇലൈഹി സബീലാ, നിങ്ങൾ സാമ്പത്തികമായി കഴിവുള്ള ആളാണോ, ശാരീരികമായ ആവത് നിങ്ങൾക്കുണ്ടോ, ശാരീരികമായ കഴിവുണ്ടോ, അതേപോലെ സാമ്പത്തികമായ കഴിവുണ്ടോ, എന്നാൽ നിങ്ങൾ പരിശുദ്ധമായ കഅബയിൽ പോയി ഹജ്ജ് ചെയ്യണം. ഈ 4 കാര്യമാണ് അല്ലാഹുവിന്റെ ഹബീബ് അയാൾക്ക് പറഞ്ഞു കൊടുത്തത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകാമെന്ന്. ഉടനെ സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങീ പറഞ്ഞു തന്ന 4 കാര്യമല്ലാതെ ഒന്നും ഞാൻ അധികം ചെയ്യില്ല നബിയേ, എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗം ലഭിക്കുമല്ലോ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തീർച്ചയായും. ഉടനെ അയാൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിൽ നിന്ന് സന്തോഷവാനായി തിരിച്ചു പോവുകയാണ് അയാൾ തന്റെ വീട്ടിലേക്ക്. അയാൾ തിരിച്ചു നടന്നു തുടങ്ങിയപ്പോൾ നസറൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ അടുത്ത് സ്വർഗം ചോദിച്ചു വന്നാണല്ലോ ആളാണല്ലോ അയാളോടങ്ങ് സ്വർഗം വാങ്ങാൻ പറ്റുന്ന അമലുകളും പറഞ്ഞു കൊടുത്തല്ലോ നബിയേ. യാ റസൂലല്ലാഹ്, അയാൾ സന്തോഷവാനായി തിരിച്ചു പോവുകയാണ്. എന്നാൽ എന്നെ അങ്ങയുടെ സന്നിധിയിലേക്ക് അയച്ചത് പ്രപഞ്ചനാഥനായ അല്ലാഹുവാണ്. അല്ലാഹു എന്നെ പറഞ്ഞയച്ചതാണ് എന്ന് യാ റസൂലല്ലാഹ്. അയാളെ വിളിച്ച് ഒരു കാര്യം അയാളോട് പറയാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, എന്താണ് ഞാൻ അയാളോട് പറയേണ്ടത് എന്ന്. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹു അങ്ങയോട് അയാളെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അയാളോട് ഇങ്ങനെ പറയാൻ പറഞ്ഞിട്ടുണ്ട്,
ഈ 4 കർമ്മങ്ങളും അയാൾ ചെയ്താൽ അയാളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കണോ? ഒരു ഡിമാൻഡ് കൂടെ ഉണ്ട് എന്ന് പറയണം നബിയേ. അള്ളാഹു അറിയിച്ചതാണത്. യാ റസൂലല്ലാഹ്, അയാളോട് അങ്ങ് പറയേണ്ടത്, ഈ 4 കാര്യം അങ്ങ് ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കണോ? മാലം യഉഖ വാലിദൈഹി, അയാൾ അയാളുടെ മാതാപിതാക്കളെ വെറുപ്പിക്കാതിരിക്കണം എന്നത് അതിന്റെ ഡിമാൻഡാണെന്ന് പറഞ്ഞു കൊടുക്കണേ എന്ന് മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയെ തിരിച്ചു വിളിക്കുകയാണ്. അയാളോട് പറഞ്ഞു, സഹോദരാ, അങ്ങൊന്ന് തിരിച്ചു വരുവെന്ന്. മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വിളിച്ചപ്പോൾ അയാൾ നേരെ അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു, സഹോദരാ, അങ്ങ് സ്വർഗം ചോദിച്ചാണല്ലോ എന്റെ അടുത്ത് വന്നത്. സ്വർഗം വാങ്ങാൻ പറ്റാവുന്ന അമലുകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. കുറെയൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴാണല്ലോ 4 കർമ്മങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അങ്ങ് ആ സന്തോഷം കോട്ട് തിരിച്ചു പോവുകയായിരുന്നല്ലോ. പക്ഷേ അങ്ങന്റെ സന്നിധിയിൽ നിന്ന് തിരിച്ചു നടന്നപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുത്തിറങ്ങി വന്നു. എന്നിട്ട് അങ്ങയോട് ഇങ്ങനെ പറയാ, പ്രപഞ്ചനാഥനായ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. ഈ സ്വഹാബി ചോദിച്ചു, എന്താ നബിയേ അല്ലാഹുവിന്റെ കൽപ്പന? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗം വാങ്ങാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിസ്കാരം നിലനിർത്തണമെന്ന്, സകാത്ത് കൊടുക്കണമെന്ന്, നോമ്പ് നോൽക്കണമെന്ന്, ഹജ്ജ് ചെയ്യണേ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അള്ളാഹു പറഞ്ഞിരിക്കുകയാണ്, അങ്ങയുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കണോ, നോമ്പ് അല്ലാഹു സ്വീകരിക്കണോ, സകാത്ത് അല്ലാഹു സ്വീകരിക്കണോ, അങ്ങ് ചെയ്യുന്ന ഹജ്ജ് അല്ലാഹു സ്വീകരിക്കണോ? ഒരു ഡിമാൻഡ് ഉണ്ട് എന്ന് അള്ളാഹു നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സ്വഹാബി ചോദിച്ചു, എന്താ നബി ഡിമാൻഡ്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, മാനം തഉഖ വാലിദൈഹി, അങ്ങയുടെ വാപ്പയെ ഉമ്മയെ വെറുപ്പിക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വാപ്പയും ഉമ്മയും നിങ്ങൾ വെറുപ്പിച്ചാൽ നിങ്ങൾ ചെയ്യുന്നൊരമലും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് അള്ളാഹു നിങ്ങളെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റമദാനെ കുറിച്ച് ഒരു പ്രവിശാലമായ ചർച്ച ഈ സദസ്സിൽ കഴിയില്ലല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ ഹബീബ സഹാബിയോട് പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന ഏത് അമലും അള്ളാഹു സ്വീകരിക്കണോ. റമദാനിലെ നോമ്പായാലും നിസ്കാരമായാലും ഹജ്ജായാലും സക്കാത്തായാലും മാതാവിനെയും പിതാവിനെയും വെറുപ്പിക്കാതിരിക്കണേ എന്ന്. എന്തിനാ ഞാൻ ഈ വിഷയം അവിടെ ഓർമ്മപ്പെടുത്തിയത്? വാപ്പയോട് അകന്നു നിൽക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ഉമ്മയോട് പിണങ്ങി നിൽക്കുന്നവരുണ്ടോ? വാപ്പയെ വെറുപ്പിച്ചവരുണ്ടോ? ഉമ്മയെ വേദനിപ്പിച്ചവരുണ്ടോ? അവർക്ക് വഅദ് കഴിയുന്നവരെ ഇവിടെ ഇരിക്കാവുന്നതാണ്. വഅദ് കഴിഞ്ഞാൽ നമ്മൾ ദുആയിലേക്ക് കടക്കും. ദുആയുടെ സമയത്ത് അവരിവിടെ ഇരിക്കാൻ പാടില്ല. വഅദ് കഴിഞ്ഞാൽ അവർക്ക് എഴുന്നേറ്റ് പോകാവുന്നതാണ്. ദുആ ചെയ്യുന്ന സദസ്സിൽ ഉമ്മയെയും ഉപ്പയെയും വെറുപ്പിച്ച ഒരാളുണ്ടായാൽ പോലും രാജാതിരാജനായ അല്ലാഹു ആ സദസ്സിൽ ദുആക്ക് ഉത്തരം നൽകില്ല. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത്, നോമ്പ് അല്ലാഹു സ്വീകരിക്കാൻ, പരിശുദ്ധമായ റമദാനിൽ നമ്മൾ നോക്കുന്ന നോമ്പ് സ്വീകരിക്കാൻ, തറാവീഹ് അല്ലാഹു ഖബൂൽ ചെയ്യാൻ, നമ്മൾ ഓതുന്ന പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സ്വീകരിക്കാനുള്ള ഡിമാൻഡ് വാപ്പയെയും ഉമ്മയെയും വെറുപ്പിക്കാതിരിക്കലാണ് എന്ന് അല്ലാഹുവിന് ഒരു പൊതുവായ തത്വമുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അല്ലാഹുവിന്റെ പൊതുവായ തത്വം? അത് അല്ലാഹുവിന്റെ ഒരു ഇക്വേഷനാണത്. എന്താണത്? അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചല്ലോ, ഫീ റിളൽ വാലിദൈൻ വസുഖ്തുല്ലാഹി
ഫീ സുഖ്തിൽ വാലിദൈൻ. അല്ലാഹുവിന്റെ തൃപ്തി ഫീ റിദൽ വാലിദൈൻ, മാതാവിന്റെയും പിതാവിന്റെയും തൃപ്തിയിലാണ് എന്ന്. അല്ലാഹു ഒരാളുടെ കാര്യത്തിൽ തൃപ്തനാകണോ, മാതാവിന്റെയും പിതാവിന്റെയും പൊരുത്തം അയാൾ കരഗതമാക്കണേ എന്ന്. വസുഖ്തുല്ലാഹ് ഫീ സുഖ്തിൽ വാലിദൈൻ, അല്ലാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ് എന്ന്. ഉമ്മയും ഉപ്പയും ഒരാളെ വെറുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു അയാളെ വെറുത്തിരിക്കുന്നു എന്നാണ്. ആലോചിക്കണേ നിങ്ങൾ. ഞാനിത് കളി പറയില്ല, വെറുതെ ലാഘവത്തോടെ എന്തെങ്കിലും പറയുകയില്ല, ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഉമ്മയും ഉപ്പയും പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? വാപ്പയോട് പെരുമാറ്റം മോശമായവരാരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ഉമ്മയെ ഹൃദയം വേദനിപ്പിച്ച ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ഇന്നു തന്നെ പോയി പൊരുത്തപ്പെടിപ്പിക്കണേ. റമദാന് മുന്നൊരുക്കമായി ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. ഏറ്റവും പ്രധാനമായ ഒരു കാര്യം അതാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പറയുകയില്ല. ഇത് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ആരാണ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഇളയ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ലഭിച്ച് ലോക വിശ്രുതനായ സ്വഹാബിയായ പണ്ഡിതനാണ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അല്ലാഹുവിന്റെ ഹബീബ് വഫാത്താകുമ്പോൾ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ പ്രായം 13 വയസ്സാണ്. കൊച്ചു പ്രായത്തിലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ നടന്ന് ഇൽമ പഠിച്ച മഹാനാ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പരിശുദ്ധ ഖുർആൻ ഒരു വ്യാഖ്യാനം പറഞ്ഞുവെന്ന് പറഞ്ഞാൽ അതാണല്ലോ പണ്ഡിത ലോകം അംഗീകരിക്കാറുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു കൊടുത്തതാണല്ലോ, അല്ലാഹുവേ എന്റെ ഈ പൊന്നമോനെ നീ ലോക വിശ്രുതനായ പണ്ഡിതനാക്കണേ എന്ന്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു വഫാത്തായത് ത്വായിഫിലാണ്. മഹാനവർകൾ വഫാത്തായി, ജനാസ കുളിപ്പിച്ചു, നമസ്കാരം നടന്നുകൊണ്ടിരിക്കവേ വിദൂരത്തു നിന്നൊരു വെള്ളപ്പക്ഷി പറന്നു വന്ന് മഹാനവർകളുടെ ജനാസയിൽ കഫംപുടയിലേക്ക് അങ്ങ് കടന്നുവെന്നാണ് ചരിത്രം. സ്വഹാബികൾ പലരും ജീവിച്ചിരിക്കുന്ന കാലമാണത്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമേ അതോടുകൂടെയാണ് ഖബറടക്കം ചെയ്തത് എന്ന് മഹാനവർകളുടെ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അത്ര വലിയ മഹാനാണ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിൽ 3 ആയത്തുകളുണ്ട്. 3 ആയത്തുകളുണ്ട് ഖുർആനിൽ. മഖറൂനത്തും ബിസലാത്ത്. ആ 3 ആയത്തുകളിൽ അല്ലാഹു രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ ആയത്തിലും അല്ലാഹു 2 കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞിരിക്കുന്നത്. ആ 2 കാര്യങ്ങളും അല്ലാഹു കബൂൽ ചെയ്യണോ? 2 കാര്യവും ഒരാൾ ചെയ്യണോ? ആ ഓരോ ആയത്തിലും പറഞ്ഞ 2 കാര്യങ്ങളിൽ ഒരു കാര്യം ഒരാൾ ചെയ്തു, മറ്റേ കാര്യം അയാൾ ചെയ്തില്ല എങ്കിൽ ചെയ്ത കാര്യവും അല്ലാഹു അയാളിൽ നിന്ന് സ്വീകരിക്കുന്നതല്ല. മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു എണ്ണുകയാണ്. 1 അത്തിഉല്ലാഹ് വ അത്തിഉർ റസൂൽ. അല്ലാഹുവിനെ നിങ്ങൾ അനുസരിക്കണേ, റസൂലുള്ളാഹിനെയും നിങ്ങൾ അനുസരിക്കണേ എന്ന്. ഫമൻ അതാ അല്ലാഹ, അപ്പോൾ ഒരാൾ അല്ലാഹുവിനെ അനുസരിച്ചു, വലം യുതിഉർ റസൂൽ, റസൂലുള്ളാഹിനെ അനുസരിച്ചില്ല എങ്കിൽ ലം തുഖബൽ മിൻഹു തഅതുഹു ലില്ലാഹ്. അല്ലാഹുവിനെ അയാൾ ചെയ്ത തഅത്ത്, അല്ലാഹുവിനെ വഴിപ്പെട്ടത് അയാളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുന്നതല്ല എന്ന്.
മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിനെ ഒരാൾ വഴിപ്പെട്ടു, റസൂലുള്ളാഹിനെ വഴിപ്പെട്ടില്ല എങ്കിൽ അല്ലാഹുവിനെ വഴിപ്പെട്ടതും അയാളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കില്ല. റസൂലുള്ളാഹിനെ വഴിപ്പെടുത്താത്തത് കാരണം എന്ന്. രണ്ടാമത്തെ ആയത്തേതാ? അഖീമുസ് സ്വലാഹ വആതുസ് സകാഹ. നിസ്കാരം നിങ്ങൾ നിലനിർത്തണേ, സകാത്ത് നിങ്ങൾ കൊടുത്തു വീട്ടണേ എന്ന്. ഫമൻ അഖാമസ് സ്വലാഹ, അപ്പോൾ ഒരാൾ നിസ്കാരം നിലനിർത്തി, വലം യുഅ്തിസ് സകാഹ, സകാത്ത് അയാൾ കൊടുത്തു വീട്ടിയില്ല എങ്കിൽ ലം തുഖ്ബൽ മിൻഹു സ്വലാത്തുഹു, അയാളുടെ നിസ്കാരവും അയാളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഒരാൾ നിസ്കാരം നിലനിർത്തി, സകാത്ത് അയാൾ കൊടുത്തു വീട്ടിയില്ല, എന്നാൽ അയാൾ നിസ്കരിച്ച നിസ്കാരവും അയാളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കില്ല. എന്നാൽ മൂന്നാമത്തെ ആയത്തേതാ? അനിഷ്കുർലി വലിവാലിദൈക്, നീ എനിക്ക് നന്ദി ചെയ്യണേ, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണേ എന്ന്. അനിഷ്കുർലി വലിവാലിദൈക്, നീ എനിക്ക് നന്ദി ചെയ്യണേ, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണേ എന്ന്. ഫമൻ ശകറല്ലാഹ്, അപ്പോൾ ഒരാൾ അല്ലാഹുവിനെ നന്ദി ചെയ്തു, വലം യഷ്കുർലി വാലിദൈ, മാതാപിതാക്കളെ അയാൾ നന്ദി ചെയ്തില്ല, അല്ലാഹുവിനെ ചെയ്യാനുള്ള എല്ലാ കടപ്പാടുകളും അയാൾ ചെയ്തു കൊടുത്തോ, മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കാനുള്ള കടപ്പാട് അയാൾ ചെയ്തു കൊടുത്തില്ല എങ്കിൽ അല്ലാഹുവിനെ ചെയ്ത കടപ്പാട് അല്ലാഹു അയാളിൽ നിന്ന് സ്വീകരിക്കില്ല എന്ന് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അതീവ ഗൗരവമുള്ള വിഷയമാണിത്. വാപ്പയോ ഉമ്മയോ നല്ല ബന്ധത്തിലല്ലാതെ മരിച്ചുപോയ ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? അവരുടെ കാര്യം കട്ടമാ, അവരുടെ കാര്യം ബേജാറില്ല, അവരുടെ കാര്യം വലിയ കഷ്ടാണ്. വെറുതെ പറഞ്ഞല്ലത്. സദാ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇനി മഞ്ചേരിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്താണ്, മഞ്ചേരിയിലെ ഹജ്ജ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ക്ലാസ് കഴിഞ്ഞ പാടെ ഒരാൾ എഴുന്നേറ്റ് നിന്ന് വന്ന് പറഞ്ഞത്, സാദേ വാപ്പയും ഉമ്മയും വെറുത്ത അവസ്ഥയിൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഹജ്ജിന് പോയിട്ടും കാര്യമില്ല എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്, വല്ല മാർഗവുമുണ്ടോ എന്ന്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ട്. സമയം നമ്മളെ അനുവദിച്ചാൽ അവസാന ഭാഗത്ത് നമ്മളത് പറയും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് മൂന്നാമത്തെ ആയത്ത്, അനിഷ്കുർലി വലിവാലിദൈ, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണേ, അല്ലാഹുവിനും നന്ദി ചെയ്യണേ എന്ന്, മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണേ എന്ന് അല്ലാഹു പറഞ്ഞു. ഫമൻ ശകറല്ലാഹ്, ഒരാൾ അല്ലാഹുവിനെ നന്ദി ചെയ്തു, വലം യഷ്കുർലി വാലിദൈ, മാതാപിതാക്കൾക്ക് നന്ദി ചെയ്തില്ല എങ്കിൽ ലം യുഖ്ബൽ മിൻഹു ശുക്റുഹു ലില്ലാഹ്, അല്ലാഹുവിനെ അയാൾ നന്ദി ചെയ്തത് അയാളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് അല്ലാഹു സ്വീകരിക്കില്ല? അല്ലാഹു തന്നെയല്ലേ പറയണ്ടേ. സദേ അല്ലാഹുവിന് ഞാൻ നിസ്കരിച്ചു, നോമ്പ് നോറ്റോ, വാപ്പയും ഉമ്മയും ഞാനുമായി ചെറിയ പിണക്കമുണ്ടായി, അല്ലാഹുവിന് നിസ്കാരവും നോമ്പും വേണ്ട എന്ന് അല്ലാഹു പറയാനുള്ള കാരണം എന്ത് എന്ന് ഞാനല്ലല്ലോ പറയേണ്ടത്, അല്ലാഹുവല്ലേ. രാജാതിരാജനായ അല്ലാഹു തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഴ പെയ്യണ്ടോ? നിങ്ങൾ എല്ലാവരോടും ബേജാറായി നോക്കണം. എന്താ ഇങ്ങനെ തിരിഞ്ഞില്ല? എന്തേ? കാറ്റ് വന്നോട്ടെ. ചൂടെടുക്കില്ലേ ഞങ്ങൾക്ക്? ഇല്ലേ? ചൂടെടുക്കില്ലേ? കാറ്റ് വന്നാൽ അൽഹംദുലില്ലാ നല്ല തണുപ്പ് കിട്ടും. മഴ പെയ്താലോ അൽഹംദുലില്ലാ. നിങ്ങളെല്ലാവരും നോക്കി പേടിപ്പിക്കല്ലേ. മഴ പെയ്യട്ടെ. നിങ്ങളെല്ലാവരും കൂടി നോക്കിയാൽ ചിലപ്പോൾ കാറ് മേടിച്ചു പോകും. മഴ പെയ്തോട്ടെ, അതിനൊന്നും വിഷയമില്ല. മഴ പെയ്താലും ഞാൻ മഴ എന്ന് പറയും.
അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നിങ്ങൾക്ക് പറയും ഉസ്താദേ നിങ്ങൾ നല്ല സ്റ്റേജിൽ ഉണ്ടെങ്കിൽ പറഞ്ഞതിന് എന്താണ് അത് വേണം നിങ്ങൾ പൊളിച്ചോളൂ, കുഴപ്പമില്ല. ഷോക്കില്ലെങ്കിൽ നിങ്ങൾ പൊളിക്കാൻ ഞാൻ പറയും. അനെ അറബികളൊക്കെ മഴ പെയ്താൽ പുറത്തേക്ക് ഓടലാണ് അല്ലേ? ഗൾഫ് ജോലി ചെയ്ത ആളുകളിൽ ഇവിടെ മഴ പെയ്താൽ അറബികൾ എന്ത് ചെയ്യാൻ? പുറത്തേക്ക് വരും. നമ്മൾ മഴ ചെയ്താൽ ഒത്തുപോകും. നമ്മൾ ചെയ്യണല്ലേ ശരി, ഓല് ചെയ്യണ ശരി. എന്തുകൊണ്ട്? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ വെളിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ പറയത്രേ, മഴ കൊണ്ട് പറയും റഹ്മ 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 റഹ്മ, അല്ലാഹുവിന്റെ റഹ്മത്താണെന്ന് റസൂലുള്ള പറയുമായിരുന്നു. അല്ലാഹുവേ ഗുണകരമായ മഴ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പറയാമീൻ. അല്ലാഹുവേ ഗുണകരമായ മഴ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ് എന്ന് റബ്ബിനോടെപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് വാപ്പയും ഉമ്മയും വെറുപ്പിച്ചാൽ അല്ലാഹു അമലുകൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു? അല്ലാഹു തന്നെയാണല്ലോ പറഞ്ഞു തരേണ്ടത്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാഹു അതിന്റെ കാരണങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബാണല്ലോ നമ്മുടെ സൃഷ്ടാവ്, അല്ലാഹുവാണല്ലോ നമ്മുടെ സൃഷ്ടാവ്. എന്നാൽ അല്ലാഹു നമ്മെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച മാധ്യമമാണ് നമ്മുടെ മാതാവും പിതാവും എന്നാണ് അല്ലാഹു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഉമ്മയാരാ ഉപ്പയാരാണെന്ന് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ 6236 ആയത്തുകളാണ് ആകെ ഉള്ളത്. ആകെ ഉള്ളത് 6236 ആയത്തുകൾ. അല്ലാഹുവിന്റെ ആയത്തുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ മനുഷ്യലോകത്തോട് പറയാനുണ്ട്. എന്നാൽ 6236 ആയത്തുകൾക്കിടയിൽ ഉമ്മയാരാ ഉപ്പയാരാ എന്നല്ലാഹു പറഞ്ഞു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, പിതാവിനും മാതാവിനും ഗുണം ചെയ്യണം എന്ന് അല്ലാഹു പറഞ്ഞെടുത്ത് അവർ നിങ്ങളോട് ഗുണം ചെയ്തതിന് പകരം നിങ്ങൾ ഗുണം ചെയ്യണം എന്നല്ല. അങ്ങനെയല്ല അല്ലാഹു പറഞ്ഞത്. മാതാവിനും പിതാവിനും ഗുണം ചെയ്യണേ എന്ന് പറഞ്ഞ ആയത്തിന്റെ ശൈലി എങ്ങനെ എന്നറിയുമോ നിങ്ങൾക്ക്? വഖളാ റബ്ബുക وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. وقضى ربك നിന്റെ രക്ഷിതാവായ അല്ലാഹു വിധിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ. അല്ലാഹു പറയാൻ വഖളാ റബ്ബുക, ഇത് നിന്റെ രക്ഷിതാവായ അല്ലാഹുവിന്റെ ജഡ്ജ്മെന്റ് ആണ് എന്നാ ഖുർആൻ പറയുന്നത്. ഇത് ജഡ്ജ്മെന്റ് ആണ്, വിധിയാണ്. ആരാ വിധികർത്താവ്? അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ ജഡ്ജ്മെന്റ് ആണെന്ന് പറഞ്ഞാൽ അപ്പീലില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഒരിക്കൽ മാതാപിതാക്കളോട് തെറ്റുനിന്ന ഒരു പിതാവിനോട് തെറ്റുനിന്ന മക്കൾ പിതാവുമായി നല്ല ബന്ധത്തിലല്ല. ആ മക്കളെ വിളിച്ചു സംസാരിച്ചു, പിതാവിനെ നിങ്ങൾ നോക്കണേ എന്നൊക്കെ പറഞ്ഞു. ഈ മക്കൾ ചെയ്തെന്താണെന്നറിയോ? പിതാവിനെ വീട്ടിന്റെ അകത്ത് കെട്ടിയിട്ടിട്ട് പിതാവിന്റെ സ്വത്ത് മുഴുവൻ എഴുതി വാങ്ങി ഇയാളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഈ വിഷയം ഗൗരവമായി നടന്നപ്പോ ആ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പയെ നിങ്ങൾ സംരക്ഷിക്കണേ എന്ന്. ആ സമയത്ത് ഈ മക്കൾ പറഞ്ഞൊരു മറുപടിയുണ്ട്, അതെ വാപ്പയെ ഞങ്ങൾ നോക്കൂല. ആ വാപ്പ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട്? അവർ പറഞ്ഞു, ആ തന്തയുടെ മക്കളായി ഞങ്ങൾ ജനിച്ചു എന്നല്ലാതെ ഞങ്ങളും അയാളും തമ്മിലൊരു ബന്ധമില്ല എന്ന്. അയാളുടെ മക്കളായി ഞങ്ങൾ ജനിച്ചു എന്നല്ലാതെ ഞങ്ങൾക്ക് അയാളൊന്നും ചെയ്തു തരേണ്ടത് ചെയ്തു തന്നിട്ടില്ല എന്ന് ഖുർആൻ. അല്ലാഹു പറയാണ്, വാപ്പ നിങ്ങൾക്ക് ചെയ്തു തന്നോ ചെയ്തു തന്നില്ലേ? ഉമ്മ നിങ്ങൾക്ക് ചെയ്തു തന്നോ ചെയ്തു തന്നില്ലേ? അതാ വിഷയത്തിൽ പ്രശ്നമേ അല്ല. വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്, അല്ലാഹു അല്ലാതെ വേറൊരാളെയും ആരാധിക്കരുത് എന്ന് അല്ലാഹു വിധിച്ചിരിക്കുകയാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, പിതാവിനും മാതാവിനും നിങ്ങൾ ഗുണം ചെയ്യണേ എന്നും അല്ലാഹു വിധിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ജഡ്ജ്മെന്റ് ആണ്. അതുകൊണ്ട് അതിന്റെ മുമ്പിൽ ന്യായങ്ങളില്ല എന്ന് ഖുർആൻ. ന്യായങ്ങളില്ല എന്ന് ഖുർആൻ.
ഉസ്താദേ എന്റെ വാപ്പാന്റെ നാവ് ശരിയില്ല, എന്റെ ഉമ്മാന്റെ സ്വഭാവം ശരിയില്ല, എന്റെ ഉമ്മാന്റെ നാവ് മുറിച്ചാലേ എന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവൂ. എടാ മിണ്ടിപ്പോകരുത് എന്ന് അല്ലാഹു പറയുന്നത്. അല്ലാഹുവിന്റെ വിധിയ, അല്ലാഹുവിന്റെ ജഡ്ജ്മെന്റ്. എന്താ ഒന്നാമത്തെ ജഡ്ജ്മെന്റ്? അല്ലാഹുവിനെ അല്ലാതെ വേറെ ആരെയും ആരാധിക്കരുത് എന്ന്. വബിൽ വാലിദൈനി ഇഹ്സാനാ, വാപ്പാക്കും ഉമ്മാക്കും ഗുണം ചെയ്യണേ എന്നും. നിങ്ങൾ നിസ്കരിക്കണം, അതെന്റെ ജഡ്ജ്മെന്റാന്ന് ഖുർആൻ മുഴുവൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ നോമ്പ് നോൽക്കണേ, അതെന്റെ വിധിയാണ്. എവിടെയാ ശൈലിയിൽ അല്ലാഹു പറഞ്ഞിട്ടില്ല. നിങ്ങൾ സകാത്ത് കൊടുക്കണേ, അത് ഞാൻ നിങ്ങളുടെ മേൽ ഖളാ, ഞാൻ വിധിച്ചതാണ് എന്നെവിടെയും കാണില്ല. അല്ലാഹു മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ എന്ന് പറഞ്ഞെടുത്താണ് അല്ലാഹു ഈ ശൈലി സ്വീകരിച്ചിരിക്കുന്നത്. എന്താ കാരണം? ഇമാം അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, പിതാവിനും മാതാവിനുമെതിരെ ഒരാൾ പരാതി കൊടുത്താൽ ആ പരാതി പോലും കേൾക്കാൻ പാടില്ല. ഇമാം അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് അനുസരിച്ച് ഒരാൾ പിതാവിനെതിരെ കേസ് കൊടുത്തു, ഉമ്മാക്കെതിരെ പെറ്റീഷൻ കൊടുത്തു. പത്രത്തിൽ ഏതോ ഒരു പെണ്ണ് അച്ഛനമ്മക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്ത് പെറ്റീഷൻ കൊടുത്തു വരുമ്പോ ഒരു വാർത്തല്ലേ ഇന്നലെ, എന്താ എസ് ഐ ഇടങ്ങാറാക്കിയത് അല്ലെ, ലൈംഗിക ചുവയുള്ള വർത്താനം പറഞ്ഞു എസ് ഐ എന്ന് പറഞ്ഞ എസ് ഐക്കെതിരെ പരാതി കൊടുത്തൊരു പ്രശ്നം ഇന്നലെ. അവിടെയും കേട്ടില്ല നിങ്ങൾ? അച്ഛനമ്മക്കെതിരെ പരാതി കൊടുക്കാൻ പോയ മോള്. ഇമാം അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് അനുസരിച്ച് ഒരാൾ തന്റെ പിതാവിനെതിരെ പരാതി കൊടുത്തു, മാതാവിനെതിരെ ഹർജ് കൊടുത്തു, അല്ലെങ്കിൽ പെറ്റീഷൻ കൊടുത്തു. എന്താ അബൂ ഹനീഫ തങ്ങൾ ജഡ്ജിയോട് പറയുന്നത്? ആ കേസ് പരിഗണിക്കരുത്, വാപ്പയ്ക്കെതിരെയുള്ള പരാതി പോലും കോടതി വായിക്കരുത് എന്ന് ഇമാം അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു. എന്താ മഹാനവർകൾ തെളിവ് പറഞ്ഞത്? മാതാപിതാക്കളുടെ കാര്യത്തിൽ അല്ലാഹു വിധിച്ചിരിക്കുകയാണ്, അല്ലാഹുവിന്റെ ജഡ്ജ്മെന്റ് ഉണ്ട്. അവരോട് മക്കൾ ഗുണമേ ചെയ്യാവൂ, മാതാവും പിതാവും എതിര് ചെയ്താലും. മാതാവും പിതാവും എതിര് ചെയ്ത് എന്നാലും മക്കൾ ഗുണം ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കൽ കണ്ണൂർ ജില്ലയിലാണ് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാധേ ഞാൻ നിന്റെ വീട്ടിൽ പോകില്ല. ഞാൻ ഇനി എന്റെ വീട്ടിൽ പോകില്ല. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? അവൻ പറഞ്ഞു, എന്റെ ഉമ്മ എന്റെ ഭാര്യയെ ചീത്ത വിളിച്ചുവെന്ന്. അവിടെയാണെങ്കിലോ അവിടെ ഈ മരുമക്കത്തായ സമ്പ്രദായം മരുമക്കത്തായമാണല്ലോ ആ ഭാഗത്തുള്ളത്. ഭാര്യ വീട്ടിലെ ഭർത്താവ് താമസിക്കാറുള്ളത്. ഇവൻ പറഞ്ഞു, ഞാനിനി എന്റെ വീട്ടിൽ പോകില്ല. ഞാൻ അവനോട് ചോദിച്ചു, നീ എന്താ പോകില്ല എന്ന് പറഞ്ഞത്? അവൻ പറഞ്ഞു, എന്റെ ഉമ്മ എന്റെ ഭാര്യയെ ചീത്ത വിളിച്ചു. ഞാൻ ചോദിച്ചടാ, എന്റെ അമ്മ എന്റെ ഭാര്യനല്ലാതെ പിന്നെ അയൽപക്കത്തുള്ള എന്റെ ഭാര്യനെ വിളിച്ചിട്ടാ ചീത്ത പറയാ? നിന്റെ ഭാര്യനെ എന്തെങ്കിലും അച്ചടക്കതായിത്യം കണ്ടോണ്ടാവും ചീത്ത പറഞ്ഞിട്ടുണ്ടാവാ? അമ്മ പറഞ്ഞു, എന്നാലും അങ്ങനെ പറയാൻ പറ്റുമോ? എന്താ പറയണേന്? എന്റെ ഭാര്യനല്ലല്ലോ അമ്മ പറയുന്നു. എന്നോട് പറഞ്ഞു, അവള് വലിയ കുടുംബത്തിലുള്ള ആളാവുൾ, ഞാൻ അവളുടെ കുടുംബത്തിൽ മോശക്കാരനാവൂലേ, അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്കില്ല എന്ന്. ഞാൻ പറഞ്ഞു, വേടാ, നിന്റെ വാപ്പയല്ലേ നിന്റെ ഉമ്മയല്ലേ എന്ന് കേൾക്കാൻ കൂട്ടാക്കിയില്ല. അവൻ മാതാവിന്റെയും പിതാവിന്റെയും കാര്യത്തിൽ അല്ലാഹുവിന്റെ ജഡ്ജ്മെന്റ് ആണ് അവരോട് ഗുണം ചെയ്യണേ എന്ന്. എന്തുകൊണ്ട്? വാപ്പാരാ അമ്മാരാന്ന് ഖുർആൻ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചതുണ്ടല്ലോ. എല്ലാം കൂടെ പറയാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ലല്ലോ. ഞാൻ പറഞ്ഞ സമയത്തിനകം ഞാൻ എന്റെ ബയൽ അവസാനിപ്പിക്കുന്നതാ. എന്താ ഖുർആൻ പറഞ്ഞത്? ഇത് ചെറിയ കാര്യമില്ല. ഞാൻ ഈ വേല കേൾക്കുന്ന ആൾക്കാരോട് പറയാം, ഉമ്മാനോടും വാപ്പാനോടും നല്ല ബന്ധത്തിലില്ലാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ഓല് പോയി നന്നാവണം എന്ന്. നോമ്പിന്റെ തലേന്നല്ല, 4 ദിവസം കൂടി കഴിഞ്ഞോട്ടെ, ഞാൻ പറയാനുള്ള കൂടി പറഞ്ഞിട്ട് പുറത്തും ചോദിക്കാം. അങ്ങനല്ല, അന്ന് തന്നെ മരിച്ചോ പോണത് നേരെ നരകത്തിൽ. അല്ലാഹുവിനെന്തിനങ്ങനെയുള്ള ആളുകളുടെ നോമ്പ്? അല്ലാഹുവിനെന്തിനങ്ങനെ ആളുകളുടെ സുജൂദുകൾ?
അള്ളാഹു എന്തിനാ അങ്ങനെയുള്ള ആളുകളുടെ ഹജ്ജുകൾ? ആരാണ് ഉമ്മ എന്ന് ഉപ്പ എന്ന് ഖുർആൻ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈ, മാതാപിതാക്കളോട് ഗുണം ചെയ്യണമെന്ന് അല്ലാഹു നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വിഷയത്തിലെ ഖുർആന്റെ പ്രയോഗം അങ്ങനെ. വവസ്സൈനൽ ഇൻസാൻ, അല്ലാഹു പറയാ ഇത് നിങ്ങളോടുള്ള എന്റെ വസിയ്യത്താ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഗുണം ചെയ്യണേ എന്ന്. എന്നിട്ട് ഉമ്മയാരാ എന്ന് അല്ലാഹു പല സ്ഥലങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. 2 സ്ഥലങ്ങളിൽ 2 രീതിയിലാണ് അല്ലാഹു വിശദീകരിച്ചത്. ഒന്ന് അല്ലാഹു പറഞ്ഞു തരാ, ഹമലതുഹാ ഉമ്മുഹു കുർഹാ വവദഅതുഹു കുർഹാ. അല്ലാഹു പറയാ നിങ്ങളുടെ മാതാവ് നിങ്ങളെ ഗർഭം ചുമന്നത് പ്രയാസങ്ങൾക്കുമേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ്. പ്രയാസം സഹിച്ചാലടാ നിന്റെ ഉമ്മ നിന്നെ ഗർഭം ചുമന്നത്. ഉമ്മയെ കുറിച്ച് പഠിക്കാൻ അല്ലാഹു പറഞ്ഞു തന്നത് 3 ഘട്ടങ്ങൾ പരിശോധിക്കുവാനാ, പഠിക്കാനാ. ഏതൊരാളോടും പറയാ ഉമ്മയെ കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ 3 ഘട്ടങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതിൽ ഒന്ന് ഗർഭകാലഘട്ടമാണ്, പിന്നെയോ പ്രസവമാണ്, പിന്നെ മുലയൂട്ടുന്ന കാലമാ. ഈ 3 കാലം നിങ്ങൾ പഠിച്ചാൽ ഒരാൾക്കും ഒരു കുട്ടിക്കും തന്നെ ഉമ്മയോട് ഉമ്മയെ വേദനിപ്പിക്കാനോ ഉമ്മയോട് അപമര്യാദയായി പെരുമാറാനോ കഴിയില്ല എന്ന് പ്രപഞ്ചനാഥനായ അല്ലാഹു പറഞ്ഞു തരികയാണ്. അതിൽ ഒന്ന് പ്രയാസങ്ങൾക്കുമേൽ പ്രയാസം സഹിച്ച നിങ്ങളുടെ മാതാവ് നിങ്ങളെ ഗർഭം ചുമന്നത്. ഈ കൂട്ടത്തിൽ പ്രസവിച്ച പെണ്ണുങ്ങൾ ഉണ്ടാവല്ലോ, ഈ സദസ്സിന്റെ പേക്കുഭാഗത്ത് സ്ത്രീകൾ ഇരിക്കുന്നുണ്ടല്ലോ. ഉമ്മ പെങ്ങളെ, നിങ്ങളിൽ പല ആളുകളും പ്രസവിച്ചവരായിരിക്കുമല്ലോ. പ്രസവിച്ച പെങ്ങളെ, പ്രസവത്തിന്റെ നോവെന്താണ് എന്ന് നിങ്ങൾക്കറിയില്ലേ? പിന്നെ എങ്ങനെയാടി നീ നിന്റെ ഉമ്മയോട് പിണങ്ങി നിൽക്കുന്നത്? ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ ഉമ്മയോട് നീ എങ്ങനെ പിണങ്ങുന്നു എന്റെ പെങ്ങളെ? ഉമ്മ, നിങ്ങളുടെ മാതാവിനോട് നിങ്ങൾ എങ്ങനെ വെറുപ്പ് കാണിക്കുന്നു എന്റെ ഉമ്മ? പ്രിയമുള്ള സഹോദരങ്ങളെ, വിവാഹം കഴിച്ചവരായിരിക്കുമല്ലോ ഈ സദസ്സിലിരിക്കുന്ന അധികം ആളുകളും. നിങ്ങളുടെ ഭാര്യമാർ ഗർഭിണികളായിരിക്കുമ്പോൾ അവർ സഹിച്ച ത്യാഗങ്ങൾ എത്രയെന്ന്, പ്രയാസങ്ങൾ എത്രയെന്ന് അറിയില്ലേ? കണ്ടില്ലേ നിങ്ങൾ? പിന്നെ എങ്ങനെയാ സ്വന്തം മാതാവിനെ വേദനിപ്പിക്കുന്നത്? ഗർഭകാലഘട്ടത്തിന്റെ 1-ാം മാസം ക്ഷീണത്തിനുമേൽ ക്ഷീണമാണ്. 2-ാം മാസം 1 മാസത്തെക്കാളും ക്ഷീണമാണ്. 3-ാമത്തെ മാസമോ 2-നേക്കാളും ക്ഷീണമാണ്. ഓരോ മാസവും മറ്റു മാസങ്ങളെക്കാൾ ക്ഷീണം കൂടുതലാണ്. 8-ാമത്തെ മാസമായപ്പോൾ കാലിലെ നാഡിഞരമ്പുകൾ രക്തം തടിച്ച് വീർത്തു നിൽക്കുകയാണ്. കാലിലാകെ രക്തം വന്നിരിക്കുന്നു. ഡോക്ടറെ കാണിച്ചിറങ്ങുമ്പോഴാ ഡോക്ടർ പറഞ്ഞത്, ശ്രദ്ധിക്കണേ, അപകടം വരാൻ സാധ്യതയുണ്ട്, അധികം നടക്കരുത്. സഹോദരാ, എന്റെയും നിങ്ങളുടെയും ഉമ്മ ഓരോ കാലടി വച്ചതും എനിക്കും നിങ്ങൾക്കും അപകടം വരരുതേ എന്ന് കരുതിയ, എടാ, നിന്നോട് അല്ലാഹുവിന്റെ കൽപ്പന, നീയും അതുപോലെ ചെയ്യണേ. നിന്റെ നടപടികളൊന്നും നിന്റെ ഉമ്മാക്ക് വേദന ഉണ്ടാകുന്നതാവരുതേ. അല്ലാഹുവിന്റെ കൽപ്പന തള്ളേ, മെണ്ടല്ലി തള്ളേ പറയരുത്, പറയരുത്. പറഞ്ഞ ആകാശത്തുനിന്ന് തീ തുപ്പും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതന്നെയാണ് ഈ കാണണോ, നമ്മൾ കേൾക്കണോ? എത്ര പ്രയാസം, എത്ര വിഷമം. ഞാൻ എന്റെ ഭാര്യ രണ്ടാമത്തെ എന്റെ മകളെ എന്റെ ഭാര്യ ഗർഭം ധരിച്ചപ്പോഴാണ് എന്റെ ഉമ്മ ആരാ എനിക്ക് മനസ്സിലായി. എന്റെ ഉമ്മ ആരാണ് എന്നെനിക്ക് ഒന്നുകൂടെ ബോധ്യപ്പെട്ടത് എന്റെ ഭാര്യ 2ാമത് ഗർഭം ധരിച്ചപ്പോഴാണ്. ഒരു ദിവസം വഴുതു കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിലെത്തുന്നത് രാത്രി 2 മണിക്കാണ്. വീട്ടിലേക്ക് കയറി ചെന്ന് ഡോറിന് മുട്ടിയപാട് ഡോറ് തുറക്കപ്പെട്ടു. ഞാൻ അവളോട് ചോദിച്ചു, നീ ഉറങ്ങിയിട്ടില്ലേ? നീ ഞാൻ മുട്ടിയപ്പോഴേക്ക് അറിഞ്ഞല്ലോ. അപ്പോഴാ എന്നോട് പറഞ്ഞത്,
പോയി കിടന്നോട് പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ നീ ഉറങ്ങാത്തത്? അപ്പൊ പറഞ്ഞു വയറിന്റെ ഉള്ളിൽ നിന്ന് സൂചിയുടെ മുന കൊണ്ട് ഇങ്ങനെ കുത്തുന്ന പോലെ വേദനിക്കുന്നുവെന്ന്. രാത്രി 8 മണിക്ക് തുടങ്ങിയതാണ്, ഇതുവരെ മാറിയിട്ടില്ല. കുട്ടി നോക്കണം, നിങ്ങൾ ഒരു ദിവസത്തെ കാര്യം എന്നോട് പറഞ്ഞത് 9, 10, 11, 12, 1, 2 6 മണിക്കൂറായി വയറിന്റെ അകത്ത് നിന്ന് സൂചിയുടെ മുന കുത്തുന്ന പോലെ കുത്തുന്നുവെന്ന്. ഞാൻ ചോദിച്ചു ഹോസ്പിറ്റലിൽ പോകണോ? എന്നോട് പറഞ്ഞു വേണ്ട, അതൊക്കെ ഈ ഗർഭകാലഘട്ടത്തിന്റെ പ്രയാസങ്ങളിൽപ്പെട്ടതാ എന്നെന്റെ ഭാര്യ പറഞ്ഞപ്പോഴാ തൊട്ടടുത്ത റൂമിൽ കിടക്കുന്ന ഉമ്മ ആരാണ് എന്നെനിക്ക് മനസ്സിലായത്. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞു തരുന്നത്. ഒരു 5 or 10 മിനിറ്റ് കൊണ്ട് ഈ ഗർഭകാലഘട്ടത്തിന്റെ പ്രയാസം പറഞ്ഞു തീർക്കാവതല്ല. ഈ നിക്കട്ടത് പറഞ്ഞു തരാനും കഴിയില്ല. ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ടുവരണം. എന്നാ തന്നെ ഗൈനക്കോളജിസ്റ്റിന് പൂർണ്ണമായി പറയാൻ കഴിയുന്ന എനിക്ക് അഭിപ്രായമില്ല. ഗർഭകാലഘട്ടത്തിന്റെ പ്രയാസം അല്ല പറയാം. നീ നിന്റെ ഉമ്മയോട് അരുതാത്തത് പറയുമ്പോ നീ അത് ഓർക്കണം കേട്ടോ, നീ അത് ഓർക്കണേ എന്ന്. എന്റെ ഭാര്യ ഗർഭിണിയായി, എനിക്ക് എന്റെ ഭാര്യന്റെ അല്ലേ പറയാൻ കഴിയുള്ളൂ. നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾക്കറിയല്ലോ, ഇവളിങ്ങനെ ഇടയ്ക്ക് വലത്തുഭാഗത്തേക്ക് കുറെ സമയം ചെരിഞ്ഞു കിടക്കും. ചെരിഞ്ഞു കിടന്ന് പിന്നെ ഇടത്തുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കാൻ എഴുന്നേറ്റ് ഇരുന്നാ പിന്നെ ചെരിഞ്ഞു കിടക്കുന്നത്. ഞാൻ അവളോട് ചോദിച്ചു, നീ എന്താ ഈ രാത്രി ഇങ്ങനെ എഴുന്നേറ്റിരിക്കണത്? അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ എഴുന്നേറ്റിരിക്കുകയില്ല, കുറെ സമയമായില്ലേ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നു, ഇനിയൊന്ന് ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കാനാ. അപ്പൊ ഞാൻ ചോദിച്ചു, അതിനെന്തിനാ നീ എഴുന്നേറ്റിരിക്കുന്നത്? അപ്പോഴാ ഉമ്മയായിരുന്നു ഒന്നുകൂടെ ബോധ്യപ്പെട്ടത്. എന്നോട് പറഞ്ഞു, അതേ കിടപ്പിൽ തന്നെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നാൽ നമ്മുടെ ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്കത് അപായമാണ്. ആലോചിക്കണം, നിങ്ങൾ 10 മാസവും എന്റെയും നിങ്ങളുടെയും ഉമ്മ കിടന്നത്. എനിക്കും നിങ്ങൾക്കും അപായമുണ്ടാകരുത്, അപകടമുണ്ടാകരുത്. ഓരോ അടക്കങ്ങളും അനക്കങ്ങളും എനിക്കും നിങ്ങൾക്കും ഗുണകരമാകണേ എന്ന് കരുതിയ ഞാൻ ഇപ്പോഴും ഓർക്കണ ഒരു രംഗുണ്ട്. ഞാൻ എന്റെ മട്ടന്നൂരിലെ പള്ളിയിൽ ഇരിക്കുകയാണ്. എന്റെ മഹല്ലുകാരില്ല, അടുത്ത പ്രദേശത്തുള്ള മഹല്ലുകാരാ. ഞാൻ ഇപ്പോഴും ആ ചെറുപ്പക്കാരെ എന്റെ കൺമുമ്പിൽ ഇങ്ങനെ കാണുന്ന പോലെ ആ 2 ചെറുപ്പക്കാരന്റെ റൂമിലേക്ക് കയറി വന്നു. പരിശുദ്ധമായ റമദാനില 313 ഉറുപ്പിക എന്റെ കയ്യിലേക്ക് എടുത്ത് തന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഇത് നിങ്ങളുടെ പള്ളിക്ക് നേർച്ചയാ. ഈ പള്ളിക്ക് നേർച്ചയാക്കിയാൽ പല കാര്യങ്ങളും നടക്കാറുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായൊരു കാര്യം ദുആ ചെയ്യിപ്പിക്കാൻ വന്നതാ. ഞാൻ ചോദിച്ചു, എന്താ? ആരോഗ്യ ദൃഢഗാത്രനായ ചെറുപ്പക്കാരാ. അവൻ എന്നോട് പറയാണ്, ഉസ്താദേ 4 വർഷമായി ഞങ്ങളുടെ ഉമ്മ രോഗിയായി കിടക്കുന്നു. 6 മാസമായി ഉമ്മ കിടന്ന കിടപ്പിലാണ് മലവും മൂത്രവും വിസർജിക്കുന്നത്. അതുകൊണ്ട് ഉമ്മ പ്രയാസപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളും പ്രയാസപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു ജോലിക്കൊന്നും പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഉസ്താദേ, റമദാൻ മാസമല്ലേ, ദുആക്ക് ഉത്തരമുള്ള മാസമല്ലേ, ഉമ്മേ ഈമാനോടെ മരിപ്പിക്കാൻ ദുആ ചെയ്യണേ എന്ന്. എന്റെ ജീവിതത്തിൽ ഏറ്റവും ദുരന്തപൂർണമായ ദിവസമാണ് ആ ദിവസമെന്ന് മറക്കാതെ ഞാൻ ഓർത്തു പോകാറുണ്ട്. ഉമ്മയെ മരിപ്പിക്കാൻ ദുആ ചെയ്യാൻ വന്ന, ദുആ ചെയ്യിപ്പിക്കാൻ വന്ന 2 ആരോഗ്യ ദൃഢഗാത്രനായ ചെറുപ്പക്കാർ. നിങ്ങൾ ആലോചിക്കണം, 4 കൊല്ലം 6 മാസം ഉമ്മയുടെ മൂത്രവും മലവും കഴുകി വൃത്തിയാക്കിയപ്പോഴേക്ക് ഇവർ ക്ഷീണിച്ചു പോയെന്ന്. എടാ, 4 കൊല്ലം നിന്റെ ഉമ്മ കിടന്നുറങ്ങിയത് നിന്റെ മലത്തിലല്ലേ, നിന്റെ മൂത്രത്തിലല്ലേ? പാപ്പ ചിലപ്പോ പറയും, നീ ഇന്ന ഒന്നങ്ങ് എടുത്ത് കടത്തിക്കാളാന്ന് പറയുമ്പോ അമ്മ പറഞ്ഞെന്താ? എന്റെ പൊന്നമോന്റെ ശരീരത്തിലൊന്ന് കൈവെക്കാതെ, എന്റെ പൊന്നമോരുടെ ശരീരത്തിലൊന്ന് കൈവെക്കാതെ എനിക്കുറക്കം വരില്ല എന്നായി ഉമ്മ പറഞ്ഞത്. എന്നാലോ
ഈ ഉമ്മ രോഗിയായി കിടക്കുക. ഓനും ഭാര്യയും കുട്ടികളൊക്കെ ഗൾഫിലാണ്. അവൻ ഭാര്യ മക്കളോടൊപ്പം ഗൾഫിൽ സുഖസുന്ദരമായി കഴിഞ്ഞുകൂടാൻ. അപ്പോഴാ പറഞ്ഞത്, ഉമ്മാക്ക് അസുഖണ്ട്, ഉമ്മ നിന്നെ ചോദിക്കുന്നുണ്ട്. ഓൻ പറയാ, അറബി ലീവ് വരില്ല, അറബി ലീവ് തരുന്നില്ല. നിന്റെ ജോലിയാണോ നിനക്ക് പ്രധാനം? നിന്റെ ഉമ്മയുടെ തൃപ്തിയാണോ നിനക്ക് പ്രധാനം? നമ്മൾ ഓരോരുത്തരോടും അല്ലാഹുവിന്റെ ഖുർആനാ ചോദിക്കുന്നത്. ഞാൻ ഒരിക്കൽ ഒരാളെ ഗൾഫിൽ നിന്ന് കണ്ടു. അയാൾ 5 കൊല്ലമായി ഗൾഫിലാ, നാട്ടിൽ പോയില്ല. ഞാൻ ചോദിച്ചു, വാപ്പിമ്മയൊന്നുമില്ലേ? ആ വാപ്പിമ്മ കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ നാട്ടിൽ പോയില്ലേ? ഓ 5 കൊല്ലത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ 1-2 ദിവസത്തിന് പോയി വരുന്നു. ഞാൻ ചോദിച്ചാൽ എന്താ അങ്ങനെ? എന്നോട് ഞാൻ, ഫാമിലി ഇവിടെ അല്ലേ, പിന്നെ നാട്ടിൽ പോകണമെന്നില്ലല്ലോ. അവൻ ഭയങ്കര ഗമേല പറഞ്ഞ, ഫാമിലി ഇവിടെ അല്ലേ, പിന്നെ നാട്ടിൽ പോകണമെന്നില്ലല്ലോ. ഞങ്ങൾ ആലോചിക്കേണ്ട ഒരു സംഗതി ഉണ്ട്. ഞാൻ 16 കൊല്ലം മുമ്പ് എൻ്റെ ആദ്യത്തെ ഹജ്ജിന് പോണ സമയത്ത് ഞാൻ എൻ്റെ ഹജ്ജിനുള്ള ഇഹ്റാമിൻ്റെ തുണിയും കാര്യമായിട്ട് മാത്രമല്ല പോയി. അന്നൊരു വാപ്പ എൻ്റെ കയ്യിലൊരു കത്തേൽപ്പിച്ചിരുന്നു. ആ വാപ്പ കഴിഞ്ഞ കൊല്ലം മരിച്ചുപോയി. ആ വാപ്പ കഴിഞ്ഞ വർഷം മരിച്ചുപോയി. ആദ്യത്തെ ഹജ്ജിന് ഞാൻ പോകാനൊരുങ്ങുമ്പോഴാണ് ഒരു വാപ്പൻ്റെ റൂം വന്നു. അയാളൊരു കത്ത് എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ മക്കത്ത് ഹജ്ജിന് പോയില്ലേ? ഞാൻ ആദ്യമായിട്ട് ഹജ്ജിന് പോകാം, എനിക്കത് പിടിപാടൊന്നുമില്ല മക്ക. എന്നോട് പറഞ്ഞു, ഇതെന്റെ മോനുള്ള കത്താണ്. ഞാൻ അപ്പോൾ അയാൾ പറഞ്ഞു, കുറച്ചോനെ നിങ്ങളെ മോനായിട്ട് നിങ്ങൾക്ക് അറിയില്ലല്ലോ. എന്നോട് ഞാൻ, ഉസ്താദേ ഇതിന്റെ പുറത്തൊരു നമ്പർ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ മക്കയിൽ ചെന്ന ആദ്യത്തെ ഉംറയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ക്ഷീണമൊക്കെ മാറിയതിന് ശേഷം ഉസ്താദ് ഈ കത്തൊന്നെടുക്കുക. എന്നിട്ട് ഈ കത്തിന്റെ പുറത്തൊരു നമ്പറുണ്ട്. ആ നമ്പറിൽ ഒന്ന് വിളിക്കണം, അതെന്റെ മകനാണ്. ആ മോൻ ഈ കത്ത് കൊടുക്കണം. ആയിക്കോട്ടെ, ഞങ്ങൾ ചെയ്തോളാം. ഇയാൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ റൂമിന്റെ അകത്ത് തന്നെ കയറി. റൂമിന്റെ അകത്തേക്ക് കയറിയിട്ട് പിന്നെയും അയാൾ എന്നോട് പറയാൻ, ഞാൻ നിങ്ങളോട് പറയണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചു. പിന്നെ എനിക്ക് പറയലാൻ നല്ലതെന്ന് തോന്നിയോട് കയറിയതാ. ഞാൻ ചോദിച്ചാൽ എന്താ? എന്നോട് പറഞ്ഞു, ഉസ്താദേ ആ കത്തിൽ ഞാൻ എഴുതിയത് എന്റെ മോൻ ആദ്യം ജോലിക്ക് പോയി മക്കത്ത്. 2 കൊല്ലം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് അവൻ വന്നു. ഞങ്ങൾ നല്ലൊരു കല്യാണം ചെയ്ത് കൊടുത്തു. 5 മാസം നിന്നു, പിന്നെ തിരിച്ചുപോയി. തിരിച്ചുപോയി 6 മാസം കഴിഞ്ഞിട്ട് പിന്നെയും വന്നു. ആദ്യത്തെ തവണ പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ടാ വന്നത്. കല്യാണം കഴിച്ചു പോയി. 6 മാസം കഴിഞ്ഞപ്പോൾ വന്നു. അവന്റെ ഭാര്യന്റെ പാസ്പോർട്ടൊക്കെ ശരിയാക്കിയിട്ട് അവൻ തിരിച്ചുപോയി. പിന്നെ 2 മാസം കഴിഞ്ഞ് പിന്നെയും അവൻ തിരിച്ചു വന്നു. അവന്റെ ഭാര്യനെയും കൂട്ടിപ്പോയി. ഈ വാപ്പ പറയാം, പോയിട്ട് 5 കൊല്ലമായി ഉസ്താദേ. ഓൻ അവിടെ ഒരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളോട് പലരും പറഞ്ഞു, ഓൻ ഇതുവരെ വീട്ടിലൊന്നും വന്നിട്ടില്ല. ഓന് ഞങ്ങളെ കാണാൻ പൂതിയില്ലെങ്കിലും ഞങ്ങൾക്ക് അവനെ കാണാൻ പൂതിയുണ്ട്. അതുകൊണ്ട് ഉസ്താദ് ഓനോടൊന്ന് വരാൻ പറയണം. ഓൻ്റെ അമ്മ എന്നും കരച്ചിലാണ്. 10-32 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനെ വിളിച്ച് കരയാണ്. ഉമ്മയെന്നും കരച്ചിലാണ്, അതുകൊണ്ടെന്ന് വരാൻ പറയണേ എന്ന് ആ വാപ്പ കഴിഞ്ഞ വർഷം മരിച്ചുപോയി. എന്നിട്ട് ആ വാപ്പ പറഞ്ഞൊരു വർത്താനുണ്ട്, ഉസ്താദേ ടിക്കറ്റിന് അവന് പൈസ ഇല്ല എങ്കിൽ ഞാൻ ആരോടെങ്കിലും കടം വാങ്ങി കൊടുത്തോളും, എന്നാലും മോനെ ഒന്ന് കാണാൻ ആഗ്രഹം കൊണ്ടാ വരാൻ പറയണേ എന്ന്. അതാണ് വാപ്പ. ആ ആളുടെ പേരാണ് ഉമ്മ. ആ ആളുടെ പേരാണ്. ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ട്. ഒരു ഉമ്മാക്കെതിരെ 50 കേസ് കൊടുത്ത ഒരു മോൻ. ഞാൻ അവസാനിപ്പിക്കാം. എന്തുകൊണ്ട് അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. ഒരു ഉമ്മാക്കെതിരെ 50 കേസ് കൊടുത്തൊരു മോൻ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചർച്ചയ്ക്കിരുന്നു. മോനോട് ചോദിച്ചു, മോനെ ഈ പ്രശ്നമൊക്കെ തീർന്നല്ലേ നിന്റെ ഉമ്മയായിട്ട്, എന്താണ് ആ പ്രശ്നത്തിന് നമ്മൾ പരിഹാരം കാണുന്നത് വെച്ചു. അപ്പം പറഞ്ഞു, അവിടെയുള്ള ബിൽഡിംഗ് എനിക്ക് എഴുതി തരണം, അവിടെയുള്ള 5 ഏക്കർ സ്ഥലം എനിക്ക് എഴുതി തരണം, ഇവിടുത്തെ 2 ഏക്കർ എനിക്ക് വേണം, അവിടുത്തെ 1 ഏക്കർ, ഒരുപാട് ഡിമാൻഡാണ്. ഈ ഉമ്മയുടെ അടുത്ത് ചെന്നിട്ട് ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ഈ വിഷയം പരിഹരിക്കാൻ നിങ്ങൾ കാണുന്ന പരിഹാര മാർഗമേത് എന്ന്. അപ്പോഴാ ആ ഉമ്മ പറഞ്ഞത്, ഒന്നും വേണ്ട, അവൻ എനിക്കെതിരെ 50 കേസ് കൊടുത്തിട്ടുണ്ട്. 12 കൊല്ലമായി അവന്റെ നാവ് കൊണ്ട് ഉമ്മ എന്നവൻ എന്നെ വിളിച്ചിട്ടില്ല. അതുകൊണ്ടവൻ ഈ വീടിന്റെ പടിയിലൊന്ന് വന്ന് ഉമ്മ എന്നവൻ എന്നെ വിളിച്ചാൽ അവൻ എനിക്കെതിരെ കൊടുത്ത 50 കേസും ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന്. ആലോചിക്കണം. ഇതാണ് ഉമ്മ. ആ ആളുടെ പേരാ ഉമ്മ. ആ ആളുടെ പേരാണ് ഉമ്മ എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് അല്ലാഹുവിന്റെ ഹബീബിനെ ഇതൊക്കെ കേൾക്കണേ
ഒളിച്ചോടി പോവാ, കോടതി ചെല്ലുക, ജഡ്ജി ചോദിക്കുക മോളെ നീ ഓൻ്റെ കൂടെ പോണോ, എൻ്റെ ഉപ്പിമ്മി അത് അവിടെ പോകണമെന്ന് ചോദിക്കും. ഓലെ കൂടെ പോകണോ ചോദിക്കുമ്പോൾ പറയാ സാറേ അങ്ങനെ ഒരു തന്തിയും തല്ലിയൊന്നും എനിക്കില്ല. ആരാ പറഞ്ഞത്? ഈ സമുദായത്തിന്റെ മക്കളെ. തലശ്ശേരി കോടതിയിൽ വെച്ചല്ലേ ഒരു മോൾ പറഞ്ഞത്, സർ അങ്ങനെ ഒരു വാപ്പ എനിക്കില്ല സർ, അങ്ങനെ ഒരു ഉമ്മ എനിക്കില്ല സർ എന്ന് ഈ സമുദായത്തിന്റെ മക്കളല്ലേ വിളിച്ചു പറഞ്ഞത്. ആരാണ് എന്റെ പെങ്ങളെ ഉമ്മ, ആരാണടി ഉപ്പ? അള്ളാഹുവിന്റെ ഖുർആൻ കൃത്യമായി പറഞ്ഞു പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുക, ഞാൻ അവസാനിപ്പിക്കുക, ഞാൻ പറഞ്ഞ സമയമായി. ദ്വായിലേക്ക് കടക്കാൻ പോവാം. വിഷയം തീർന്നിട്ടൊന്നുമില്ല. റമദാന്റെ മുന്നൊരുക്കമായി ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇതന്നെ, ഒന്ന് ഇതാണ്. ഒരു 5-6 കാര്യങ്ങളുണ്ട്, ഇതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. എല്ലാം കൂടി കപകുപ പറയണ്ടല്ലോ എന്ന് കരുതിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കൊല്ലത്തെ റമദാൻ അനുകൂലമായ റമദാനാക്കി തരട്ടെ. പുണ്യനബിയുടെ സന്നിധിയിൽ ഒരു സഹാബി വന്ന് ഒറ്റ ചരിത്രത്തോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ഒരു സഹാബി വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ ഇന്നലി ഉമ്മ, ഉമ്മയെ കുറിച്ചാ പരാതി, എനിക്കൊരു ഉമ്മണ്ട് നബിയേ. ഉംഫിഖു അലൈഹാ, എന്റെ ഉമ്മായുടെ ചെലവെല്ലാം വഹിക്കുന്നത് ഞാനാണ് നബിയേ. എന്റെ ഉമ്മായുടെ ചെലവ് വഹിക്കുന്നത് മുഴുവനും ഞാനായ റസൂലല്ലാഹ്. എന്റെ ഉമ്മാക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നതും ഞാനാ നബിയേ. പക്ഷേ വഹിയ തുദീനി ബിലിസാനിഹാ, എന്നെ നാവ് കൊണ്ട് വല്ലാതെ വേദനിപ്പിക്കുന്നു എന്റെ ഉമ്മയാ റസൂലല്ലാഹ്. പലർക്കും പറയാനുള്ളൊരു പരാതിയാണ്. ചില സ്ഥലത്ത് വേദനയൊക്കെ പോയ പറയും, അത് എവിടെ വരുന്ന മൂല്യമാരൊക്കെ മാതാപിതാക്കളുള്ള കടപ്പാടാ പറയില്ലേ, മക്കളോടുള്ള കടപ്പാടൊന്ന് പറയും നിങ്ങളൊന്നും. ചിലർ പറയും വിഷയൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉസ്താദ് എൻ്റെ ഉമ്മ ഞാനുമായിട്ട് ശരിയില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ വയലിൻ്റെ ഇടക്കൊന്നും മെല്ലെ മക്കളോട് നല്ല നിൽക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അള്ളാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിൽ ഒരു ഉമ്മയെ കുറിച്ച് പരാതി. എന്താ പ്രശ്നം? പലർക്കും ഉണ്ടാവും പറയാൻ, ഈ ഉമ്മന്റെ നാവ് ശരിയില്ല. ഇതാണ് ഈ സഹാബി പറഞ്ഞത്. ഉമ്മ അവരുടെ നാവ് കൊണ്ട് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സ്വഹാബി പറഞ്ഞു, നബിയേ അതുകൊണ്ട് എന്റെ ഉമ്മായുടെ സ്വഭാവം ഒന്ന് നന്നാവാൻ അങ്ങൊന്ന് വിളിച്ച് ഉപദേശിക്കണേ യാ റസൂലല്ലാഹ്, ഞാൻ എന്ത് ചെയ്യണം നബിയേ എന്ന് ഈ സ്വഹാബി ചോദിച്ചപ്പോഴാ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ലൗ ഖതഅത ലഹമക, നിന്റെ ഉമ്മ ഒരു കത്തിയെടുത്തോ, എന്നിട്ട് നിന്റെ ശരീരത്തിൽ നിന്ന് നിന്റെ മാംസങ്ങൾ ഇങ്ങനെ കഷ്ടമായി അരിഞ്ഞെടുത്തു. നല്ല കേൾക്കണേ, ഉമ്മാനെ കുറിച്ചും വാപ്പാനെ കുറിച്ചും പരാതി പറയുന്ന മനുഷ്യന്മാരുണ്ട്. എന്താ ഒരു പറയാ, സാറേ നിങ്ങൾ പറഞ്ഞ കൂട്ടത്തിലൊന്നുമല്ല എന്റെ അമ്മ, എന്റെ അമ്മാന്റെ നാവാദ്യം അടക്കാൻ കഴിയണം, എന്നാലും എന്റെ കുടുംബത്തിൽ ഒരു മണ്ടാവുള്ളൂ എന്നൊക്കെ പറയും. വേണ്ടരുതടാ, മിണ്ടാൻ പാടില്ല. നിന്റെ ഉമ്മാക്കെതിരെ ഉപ്പാക്കെതിരെ കാമാ പറയാൻ നിനക്ക് അവകാശമില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഈ സ്വഹാബിയോട് പറയുകയാണ്. ലൗ ഖതഅത ലഹമക, നിന്റെ ഉമ്മ ഒരു കത്തിയെടുത്തിട്ട് നിന്റെ ശരീരത്തിന്റെ മാംസഭാഗങ്ങൾ ഇങ്ങനെ മുറിച്ചെടുത്തു എന്ന് വിചാരിക്കുക, എന്നാൽ പോലും വാപ്പാക്കും ഉമ്മാക്കും നീ ചെയ്തു കൊടുക്കേണ്ട കടപ്പാടിന്റെ 1/4 ഭാഗം പോലും നിർവഹിച്ച ആളാകൂല്ല നീ എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു വാപ്പാന്റെ ഉമ്മാനെ പൊരുത്തം കിട്ടിയവരിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുവേ ഞങ്ങളെ നീ ചേർത്തി തരണേ അല്ലാഹ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ഒരു സ്വഹാബി കയറി വന്നു. റസൂലുള്ളാഹിനോട് അയാൾ ചോദിച്ചു, നബിയേ ഹൽ ബഖിയ മിൻ ബിർരി അബവയ്യ ശൈഉൻ നബറുഹുമാ ബിഹി ബഅദ മൗതിഹിമാ, എൻ്റെ വാപ്പായുടെയോ ഉമ്മായുടെയോ കാലശേഷം അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കേണ്ട വല്ല ഗുണവുമുണ്ടോ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞുകൊണ്ട്, തസ്തഗ്ഫിറു ലഹുമാ, അവർ രണ്ടുപേർക്ക് വേണ്ടിയും നീ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കലാണ്. നീ അവർ രണ്ടുപേർക്ക് വേണ്ടിയും ദുആ ചെയ്യലാണ്. അവർ രണ്ടുപേരുടെയും പേരിൽ നീ സ്വതക്ക ചെയ്യലാണ്. അവരുടെ മരണശേഷം
അവ രണ്ടുപേരുടെയും കുടുംബവും അതേപോലെ സൗഹൃദ ബന്ധവുമായുള്ള ബന്ധം നീ ചെറുക്കലാണ്. പഴയ കാലത്തെ മനുഷ്യന്മാരൊക്കെ ചെയ്തിരുന്നു. വാപ്പയമ്മയെ മരിച്ചു കൊല്ലം പൂർത്തിയാവുന്ന സമയത്ത് വാപ്പാന്റെ അല്ലെ ഉമ്മാന്റെ ചങ്ങായിമാര് കുടുംബക്കാരൊക്കെ വിളിച്ചൊരു ഭക്ഷണം കൊടുത്ത് ഓരോട് ദ്വാരിപ്പിച്ചിട്ട് വിടും, അതുപോലെ സന്തോഷിപ്പിച്ചു വിടും. അത് വാപ്പാക്കും ഉമ്മാക്കും അതിന്റെ ഗുണം കിട്ടും. അതിന് നമ്മൾ ആണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആരോ ചോദിച്ചു ആണ്ട് ഖുർആനിലുണ്ടോ? പിന്നെ ചോദിച്ചു അടുത്ത ചോദ്യം. എന്നാ ആണ്ട് എന്ന് പേരൊക്കെ ഉണ്ടാ വെള്ളിയാഴ്ച രാവെന്ന് വെച്ചാൽ ഇതൊരു സ്വാലിഹായ കർമ്മമാണത്, ഹദീസിൽ പഠിപ്പിച്ചിരിക്കുന്നത്. അതേ വാപ്പാക്കും ഉമ്മാക്കും സദഖ ചെയ്യാം. പഴയ കാലത്തൊക്കെ കേട്ടില്ല ഞങ്ങൾ പള്ളിപ്പണിയാണെങ്കിൽ പറയും എൻ്റെ വാപ്പാന്റെ പേരിൽ 1,00,000 പള്ളിക്ക്, എൻ്റെ ഉമ്മായുടെ പേരിൽ 1,00,000 പള്ളിക്ക്, ഞാൻ ഉമ്മാക്കും വാപ്പാക്കൊക്കെ സദഖ ചെയ്യാം. അല്ലാഹുവേ, ഈ സദസ്സ് ഞങ്ങൾ ഉമ്മായുടെ ഉപ്പായുടെ പേരിൽ സമർപ്പിച്ച സദസ്സാ റബ്ബേ, നീ ഖബൂൽ ചെയ്യണേ അല്ലാ, നീ സ്വീകരിക്കണേ റബ്ബേ, ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കി തരണേ അല്ലാ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, ദുആയിലേക്ക് കടക്കാൻ പോവാൻ. ഏറ്റവും നല്ലൊരു സദസ്സിലാ നമ്മളുള്ളത്. ആദരണീയനായ ആ പുട്ടി ഹാജി 20 സെന്റ് സ്ഥലം പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിന്റെ ഒരു സഹസ്ഥാപനമായി ഇവിടെ നടക്കാൻ പോകുന്ന ദീനിന്റെ വിദ്യ പഠിപ്പിക്കപ്പെടുന്ന ഈ സംരംഭത്തിന് വേണ്ടി സ്വതക്ക ചെയ്തിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. മൂപ്പര് സ്ഥലം തന്നു.